ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ആലപ്പുഴ ജിങ്കാനയും റിലീസായിട്ടുണ്ടെന്ന്. അപ്പോൾ ആലപ്പുഴ ജിങ്കാന ഞാൻ മാറ്റ്നി ഷോയാണ് പോയത്. കണ്ടു. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാൻ സിനിമക്ക് പോയത്. കാരണം തല്ലുമാല എന്ന മൂവി ഡയറക്റ്റ് ചെയ്ത വെച്ചാൽ ഖാലിദ് റഹ്മാൻ്റെയാണ്. അപ്പോൾ അടി ഇടി എല്ലാം അടിപൊളിയായിരിക്കുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ പോയാണ് പടം കണ്ടത്. അപ്പോൾ പടത്തിൻ്റെ ജേണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കുറച്ച് പിള്ളേർ ബോക്സിങ് ഓടിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് രസകരമായ കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ പോലത്തെ വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സോർന്ന് ചിരിക്കണമെങ്കിൽ ഈ മൂവി ചൂസ് ചെയ്തോ. നല്ല അടിപൊളി മൂവിയാണ്. നല്ലോണം ചിരിക്കാം, മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റും. ബോക്സിംഗ് ആണ് മെയിൻ ഇതിനകത്ത് കോൺസെപ്റ്റ് വെച്ചേക്കണത്. പിന്നെ നസ്ലിൻ്റെ കുറേ തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ പ്രണയങ്ങൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നസ്ലിൻ കോമഡി ഒരു രക്ഷയില്ല. അതിലെന്തായാലും ഫ്യൂച്ചറിലാണെങ്കിൽ തന്നെ അവനത് തന്നെ ആയിരിക്കുള്ളൂ. നമ്മുടെ ദിലീപേട്ടനെയൊക്കെ പോലെ തന്നെ ആ ഒരു ജാണർ പുള്ളി എന്തായാലും കണ്ടിന്യൂ ചെയ്യും. പിന്നെ മൊത്തത്തിൽ ഈ പടം ഒരു ഹ്യൂമർ മൂവിയാണ്. മനസ്സറിഞ്ഞ് ചിരിക്കണോ, നിങ്ങൾ പോയി ധൈര്യത്തോടെ ടിക്കറ്റ് എടുത്തോ, പോയിക്കോ. കുറേ ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അടിപൊളി ഫൈറ്റൊക്കെയാണ്. ചില സീനുകൾ, ചില ഫൈറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നും. അങ്ങനത്തെ കുറച്ച് ഫൈറ്റൊക്കെ അതിനകത്ത് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിൽ പ്രത്യേകിച്ച് വലിയ കഥകളൊന്നും, ബോക്സിങ്ങിന് വേണ്ടി പോകുന്നു, പിന്നെ അതിൻ്റെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ചില സംഭവങ്ങൾ. ക്ലൈമാക്സ് കൊണ്ട് നിർത്തി തന്നെ നെക്സ്റ്റ് ഇയർ ചാമ്പ്യൻഷിപ്പ് ഫോക്കസ് ചെയ്തുകൊണ്ടെന്നുള്ള ഒരു രീതിയിലാണ് ഇതിൽ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും മനസ്സറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണുടച്ച് ടിക്കറ്റ് എടുത്തോ. നൈസ് മൂവിയാണ്. എന്തായാലും സ്റ്റോറി ബേസ്ഡ് എനിക്ക് അത്രയും വർക്കായില്ലെങ്കിലും ഹ്യൂമർ അടിപൊളിയായിട്ടുണ്ട്. ഹ്യൂമർ ഇരുന്ന് ആദ്യം തുടങ്ങി അവസാനം വരെയും ചിരിക്കുക. ചിരി നല്ല ഓഡിയൻസ് ഉള്ള തിയേറ്ററിൽ പോയി കാണുക. ചിരി നമുക്ക് വയറ്റിൽ നീര് വിടും. അതേപോലത്തെ ചിരിയാണ്. പിന്നെ അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു പറയാൻ പറ്റുമോ അത്ര വല്ല ബ്ലോക്ക് ബസ്റ്ററോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പടം നമുക്ക് ഒരു ആവറേജ് മൂവി. പിന്നെ സ്പോർട്സ് സംബന്ധിച്ചുള്ളൊരു മൂവിയാണ്. അതേപോലെ ഖാലിദ് റഹ്മാൻ എന്തായാലും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ലുക്മാൻ്റെ ഇത് കൊള്ളാം. ലുക്മാൻ അവരുടെ കോച്ചായിട്ടാണ് വന്നത്. ലുക്മാൻ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേബി ജീനും നല്ല ക്യാരക്ടർ തന്നെയാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നസ്ലിൻ ആദ്യം തുടങ്ങി അവസാനം വരെ നമ്മൾ ചിരിപ്പിക്കണേ. നസ്ലിന് ശരിക്കും നല്ല ഹ്യൂമർ സെൻസാണ്. അടിപൊളിയായിട്ട് നസ്ലിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചിരിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ണും പൂട്ടി ടിക്കറ്റ് എടുത്തോ. ആലപ്പുഴ ജിങ്കാന ഈസ് ദി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.